ബൈ ബൈ ലൂക്കോച്ചാ. ഫ്രണ്ട്സ്, കാലത്തെ നമ്മൾ ബേബിക്കുന്നെ റെഡിയാക്കിയിട്ട് കിൻഡറിലേക്ക് കൊണ്ട് വിടാൻ വേണ്ടി പോവാണ്. ഞാൻ മുടി കിട്ടിയിട്ട് അത്ര കൊണ്ട് ശരിയായില്ല, എല്ലാം അഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. ലൂക്കാസിനെ നമ്മൾ കാലത്തെ കൊണ്ട് സ്കൂളിൽ വിട്ടു. ഇപ്പോൾ ബേബി കൂടെ കിൻഡറിൽ നമ്മൾ എത്തിയേക്കുക. പിള്ളേരെ കാലത്ത് ഞാൻ സ്കൂളിൽ കൊണ്ട് വിട്ടു. കാലത്ത് എണീറ്റ് പിള്ളേരെ രണ്ടുപേരെ റെഡിയാക്കി സ്കൂളിൽ കൊണ്ട് വിട്ടു. ട്രീസ് ഇവിടെ ഇല്ല കേട്ടോ. ട്രീസ ഒരു 10 ഡേയ്സിലേക്ക് ഇവിടെ ഇല്ല. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ആണ്, ഞാൻ ലീവ് എടുത്തിരിക്കുകയാണ് ഇപ്പോൾ കാലത്ത് പിള്ളേർക്ക് ഉണ്ടാക്കിയ ഭക്ഷണം ഉണ്ടായിരുന്നു. അതായത് സോസേജ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്ലസ് ഞാനിപ്പോൾ ഒരു ബുൾസൈ ഉണ്ടാക്കി, മുട്ട ബുൾസൈ, പിന്നെ കോൺഫ്ലേക്സ് അല്ല, ഒരു സിറിയൽസ് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കോഫി ഉണ്ടാക്കി. പിന്നെ അത് കഴിച്ചിട്ട് ജിമ്മിൽ പോകണം. അപ്പോൾ ഞാൻ ജിമ്മിൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. അതേപോലെ തന്നെ ഇന്ന് ഞാൻ ആലോചിക്കുവാണ്, നമ്മുടെ വലിയ വണ്ടി ഉണ്ടല്ലോ, ആ വലിയ വണ്ടിയുടെ മേളിൽ ചില ഭാഗത്ത് പെയിൻറ്റ് പീൽ ഓഫ് ഉണ്ട്. പെയിൻറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇത് പൊളിഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ യൂസ്ഡ് വാങ്ങിയാണല്ലോ, പഴയ വണ്ടിയാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് പോളിഷ് ചെയ്തിട്ട്, അതായത് അതൊന്ന് റബ്ബ് ചെയ്ത് റീപെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എവിടേക്കാണ് പെയിൻറ്റ് പോയിരിക്കുന്നത് അവിടെ ഫുൾ റീപെയിൻറ്റ് ചെയ്ത് ക്ലിയർ കോട്ടിങ് ചെയ്ത് പഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒറിജിനൽ പെയിൻറ്റ് പോലെ തന്നെ ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളൊരു പരീക്ഷണമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം നിങ്ങളിപ്പം ആരെങ്കിലും യൂസ്ഡ് വണ്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വണ്ടി എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷെ ചില സ്ഥലത്ത് പെയിൻറ്റ് മാത്രം പീൽ ഓഫ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആണ് നല്ല റേറ്റിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങിക്കാം. പെയിൻറ്റിൻ്റെ കാര്യത്തിൽ എന്നുവെച്ചാൽ ഫുൾ പെയിൻ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, ചില ഭാഗങ്ങളിൽ പെയിൻറ്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ റെക്ടിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു സോസേജ് ഉണ്ട്, ഒരു ബുൾസൈ ഉണ്ട്, പിന്നെന്താ ഒരു സിറിയലുണ്ട്, കോഫി ഉണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ എന്താ പറയുക, ഓട്ടം കഴിഞ്ഞു, വിൻ്റർ സ്റ്റാർട്ടായിട്ടാണ്. അപ്പോൾ ഇപ്പോഴും ചില മരങ്ങളിലെ കളറൊന്നും മാറിയിട്ടില്ല, അതായത് ഇല പൊഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും സ്റ്റിൽ മഞ്ഞ കളറായിട്ട് അങ്ങനെ തന്നെ നിൽക്കുക. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുറച്ചൊരു ട്രബിൾ ടൈമിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നേ. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഒരു ഓട്ടം സീസണിൻ്റെ ആ ഒരു ഭംഗി നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറ്റില്ല, വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. കുഴപ്പമില്ല, അടുത്ത വർഷം എന്തായാലും നിങ്ങളെ കാണിച്ചു തരാട്ടെ ഇവിടുത്തെ ആ ഓട്ടം സമയത്ത് മരങ്ങളുടെ കളറ് മാറുന്നത്. എനിവേ, ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ജിമ്മിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ജിമ്മിൽ പോയി വന്നതിന് ശേഷം നമുക്ക് കാർ പെയിൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കാർ പെയിൻറ്റ് ചെയ്യുന്ന സെറ്റപ്പ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യണൊരു 1 മിനിറ്റ് ഡ്രൈവ് ചെയ്യാവുന്ന ദൂരമുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഓക്കെ, നമ്മളുടെ വീട്ടിൽ നിന്ന് 1 മിനിറ്റ് ഡ്രൈവ് ചെയ്യാവുന്ന ദൂരമുള്ളൂ. നമ്മളുടെ ഇതാണ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലൂക്കാച്ചൻ്റെ സ്കൂള്. പിന്നെ ഇപ്പോൾ ഈ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ജിം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം. ഞാൻ ഗോപ്രോ പിടിപ്പിച്ച് വെച്ചേക്കുക, അതുകൊണ്ടത് തിരിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ നേരെ കാണുന്ന, എൻ്റെ കൈ കാണിച്ചത്, നേരെ കാണുന്ന ആ ബിൽഡിങ്ങാണ് ബേബി മൂണിൻ്റെ കിൻഡർ. പക്ഷേ ഇവന് ഒരു 10 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഡ്രൈവ് അത്ര ഉള്ളൂ കേട്ടോ ഇവിടെ. ഇപ്പം നമ്മളുടെ ജിമ്മെത്തി. ജിമ്മിൽ പോയി കഴിഞ്ഞിട്ട് ഇറങ്ങാം. നമുക്ക് വണ്ടിയുടെ പണി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇതുണ്ടോ, ഞാൻ ഈ ഭാഗത്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടോ, ഇത് കണ്ടില്ലേ. ഇതെല്ലാം ഞാൻ സാൻഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഫുള്ള്. ഇവിടെ ഈ പെയിന്റ് അല്ല ശരിക്കും, പെയിന്റിന്റെ മേളിലത്തെ ആ ഒരു ക്ലിയർ കോട്ടിങ് ഉണ്ടല്ലോ, ആ ക്ലിയർ കോട്ടിങ് ചെറിയ രീതിയിൽ പൊളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ നിന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു പാനൽ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഫുൾ സാൻഡ് ചെയ്ത് ഇവിടം വരെ പെയിന്റ് മുഴുവൻ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെയാണ്, ആ ഭാഗത്താണ് നമുക്ക് പെയിന്റ് അടിക്കേണ്ടത്. ഇവിടം വരെ ഈ ഭാഗം വരെ ഞാൻ സാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഴയ പെയിന്റ് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മെഷീനാണ് ഉപയോഗിച്ചത്. ഒരു പോളിഷിങ് മെഷീനാണ്. അപ്പോൾ ഇത് സാൻഡിങ് പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ഗ്രൈൻഡ് ചെയ്തേട്ടോ. ഇത് 120 ആണെന്ന് തോന്നുന്നുണ്ട് സാൻഡിങ് പേപ്പർ. അത് അത്ര റഫ് അല്ലാത്തൊരു ഗ്രിഡാണ് ഈ സാൻഡിങ് പേപ്പർ. അപ്പം ഈ മെഷീൻ വെച്ചിട്ടാണ് അത് ഫുള്ള് അതിൻ്റെ പെയിന്റ് മുഴുവൻ കളഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മാനുവലി ഉരച്ചൊരച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മണിക്കൂറോളം സമയം എടുക്കും. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് ഒറ്റയടിക്ക് പരിപാടി കഴിയും.
അതിൻ്റെ അത് സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും. പിന്നെ കൂടാതെ പെയിന്റിങ് കഴിഞ്ഞിട്ട് ഇത് വെച്ച് തന്നെ നമുക്ക് പോളിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ കാറിന് അടിക്കാനുള്ള പെയിന്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാർബീസ് എന്ന് പറഞ്ഞൊരു കടയിൽ വന്നിരിക്കുകയാണേ. നമ്മളുടെ ആ പെയിന്റിന്റെ കളർ കോഡ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെയിം കളർ മെറ്റാലിക് പെയിന്റ് അവർ മിക്സ് ചെയ്ത് നമുക്ക് ബോട്ടിലാക്കി തരും. അപ്പോൾ നമുക്ക് അത് സ്പ്രേ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കടയുടെ അകത്തേക്ക് കയറാം. ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ പെയിന്റ് വാങ്ങിയിട്ടാ. ഇതാണ് സ്പ്രേ പെയിന്റ് ആണ്. നമുക്ക് ജസ്റ്റ് സ്പ്രേ ചെയ്താൽ മതി. അപ്പം ഇതാണ് ടൊയോട്ട ലെക്സസ് ബ്ലൂ കളർ കോഡെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ പെയിന്റ് സ്പ്രേ ചെയ്യുന്നതിന് മുന്നേ കംപ്ലീറ്റ് പ്രൊട്ടക്ട് ചെയ്യണോട്ടോ ആ ഏരിയ മുഴുവനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് അത് പറന്ന് വന്നിട്ട് ഈ ഗ്ലാസും ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം പിടിക്കും. അപ്പം പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് ബ്ലേഡ് പോലത്തെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള, അതായത് സ്ക്രാച്ച് വരാത്ത രീതിയിൽ പരന്ന ബ്ലേഡ് പോലത്തെ എന്തെങ്കിലും സാധനം വെച്ചിട്ട് ചീവി കളയണം. അത് വളരെ ടൈം എടുക്കുന്ന പരിപാടിയാണ്. അപ്പൊ അതും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ സൈഡും പിന്നെ ഫ്രണ്ടും ഇതിന്റെ ടോപ്പും സാൻഡ് പേപ്പർ പിടിച്ചതിന് ശേഷം അതിന്റെ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അതായത് പെയിന്റിന്റെ പൊടിപടലങ്ങൾ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്തേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തിന്നർ അല്ലെങ്കിൽ ടർപ്പൻറ്റൈൻ വാങ്ങിക്കുക. ഞാനിപ്പോ ടർപ്പൻറ്റൈനാണ് വാങ്ങിച്ചേക്കുന്നത്. എന്നിട്ട് മൈക്രോ ഫൈബറിന്റെ ക്ലോത്ത് അതും വാങ്ങിക്കുക. എന്നിട്ട് അത് മുക്കി തുടക്കുക. ഞാനിപ്പോ ഓൾറെഡി തുടച്ച് വെച്ചേക്കുവാണ്. നമ്മള് പ്രൈമർ അടിക്കാൻ വേണ്ടി പോണേ. വൈറ്റ് പ്രൈമർ എടുത്തേക്കുന്നത് കേട്ടോ. പ്രൈമർ ഫ്രണ്ട്സ് ഇതുണ്ടോ, ഇവിടെ നിന്ന് ആറ്റം വരെ മേളിൽ വരെ ചെയ്തിട്ടുണ്ടേ. അപ്പൊ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഡിസ്റ്റൻസ് ഒരു 30 അല്ല ഒരു 20 സെന്റിമീറ്ററെങ്കിലും ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഓട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിന്റ് പ്രൈമറോ പെയിന്റോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴുകി വരും. അപ്പം അത് വൃത്തിയിടാം. അപ്പോൾ ഇത്തിരി ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് 2 കോട്ട് അടിക്കാം. ഇതൊന്ന് ഉണങ്ങിക്കോട്ടെ. ഇപ്പം ഇത് കണ്ടില്ലേ. അതുപോലെ തന്നെ വണ്ടിയുടെ ഫ്രണ്ടിലും ചെറിയ രീതിയിൽ പെയിന്റ് പീൽ ഓഫ് ഉണ്ടായിരുന്നു ഞാൻ. അപ്പൊ അതെല്ലാം പ്രൊട്ടക്ട് ചെയ്തിട്ട് കണ്ടോ 4 സൈഡ് മാസ്കിന്റെ പഠിച്ചിട്ട് അവിടെയും ചെയ്തിട്ടുണ്ട് ഇതുപോലെ. നമുക്ക് എന്തായാലും 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം കേട്ടോ. 10-15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് കുക്കിംഗ് എല്ലാം ഉണ്ട്. അപ്പോൾ അതൊന്ന് അരിഞ്ഞൊക്കെ എല്ലാം വെച്ചിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും സെക്കൻഡ് കോട്ട് അടിക്കാം. അങ്ങനെ അരമണിക്കൂറായിട്ട് കേട്ടോ ഫസ്റ്റ് കോട്ട് അടിച്ചതിന് ശേഷം നമുക്ക് സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ കോട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, പ്രൈമർ. ഇന്ന് നമുക്ക് നീല പെയിന്റ് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ നീല പെയിന്റ് ഫസ്റ്റത്തെ ഒരു കോട്ട് അടിച്ചിട്ടുണ്ട്. അത് ലൈറ്റ് ആയിട്ട് അടിച്ചേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കനത്തിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ പെയിന്റ് ഒലിച്ച് താഴത്തേക്ക് വരും. അത് രസം ഉണ്ടാവില്ല കാണാൻ വേണ്ടിട്ട്. അതിങ്ങനെ പളിച്ചിങ് ആയിട്ട് നിൽക്കും. അപ്പോൾ ലൈറ്റ് ആയിട്ട് ഒരു കോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി പറ്റും ഉള്ളിലത്തെ നമ്മൾ ഫസ്റ്റ് അടിച്ച പ്രൈമർ ഇപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് വൈറ്റ് കളർ ഷെയ്ഡ് നമുക്ക് ആ നീല പെയിന്റിന്റെ അടിയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ ഫസ്റ്റ് കോട്ടെല്ലാം അടിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ കോട്ടും കൂടി അടിച്ച് കഴിയുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ആവട്ടെ. ആ നീല ഫുള്ള് കറക്റ്റ് നീല കളർ ആവേ. നമുക്ക് എന്തായാലും ഈ ഫസ്റ്റത്തെ കോട്ട് ഉണങ്ങാൻ വേണ്ടിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചുവരാം. ഇപ്പൊ നീല കളർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞു കൂട്ടാ. ഇനിയിപ്പോ ഇത് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതിനുശേഷം നമുക്ക് ക്ലിയർ കോട്ടിങ് അടിക്കാം. നമ്മൾ ക്ലിയർ കോട്ട് അടിക്കാൻ വേണ്ടി പോവാണേ. അങ്ങനെ ഫസ്റ്റത്തെ ക്ലിയർ കോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കോട്ട് കൂടി നമുക്ക് അടിക്കാം, 1/2 മണിക്കൂറിന് ശേഷം. എന്നിട്ട് നമുക്ക് നിർത്താം. രണ്ടാമത്തെ കോട്ട് അടിക്കാൻ വേണ്ടി പോവാണേ. നമ്മൾ രണ്ടാമത്തെ കോട്ടും അടിച്ചു കഴിഞ്ഞു. ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്നലെ പണി തുടങ്ങി പെയിന്റിംഗ് എല്ലാം തീർത്ത് വെച്ച് ലാസ്റ്റ് ക്ലിയർ കോട്ടിങ് വരെ അടിച്ചു വെച്ചുകൂടാ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെഷീനിൽ നമ്മളൊന്ന് പോളിഷ് ചെയ്തെടുക്കണം. അതായത് നമ്മൾ പഫിംഗ് എന്ന് പറയും. അപ്പോൾ ഓൾറെഡി പെയിന്റ് ചെയ്ത് വെച്ച സംഭവം ഒന്നുകൂടെ നല്ല മിനുസമായിട്ട് നല്ല തിളങ്ങുന്ന രീതിയിലാവുകയെ. ഉച്ചക്കത്തേക്ക് ഭക്ഷണം കഴിക്കണം. അപ്പൊ ഞാൻ ആലോചിച്ചു മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ചെസ്റ്റ് ഫ്രീസറാണ്. ഇതിന്റെ അകത്ത് ഞാൻ മീനും ഇറച്ചികളൊക്കെ വാങ്ങിച്ച് നിറച്ച് വെച്ചേക്കാം. എപ്പോഴെങ്കിലും നമ്മൾ മെൽബണിൽ പോകുന്ന സമയത്ത്, മെൽബണിലാണ് നമുക്ക് കൂടുതൽ സുലഭമായിട്ട് മീൻ കിട്ടുന്ന കേട്ടോ, വിക്ടോറിയയില്. അപ്പോൾ മെൽബണിൽ പോകുന്ന സമയത്ത് ഇഷ്ടംപോലെ മീൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 40-50 കിലോ ഒക്കെ മീൻ വാങ്ങിച്ചിട്ടുണ്ട്, മീനും ഇറച്ചിയൊക്കെ ആയിട്ട്. ഇറച്ചി അധികം വാങ്ങിക്കില്ല, ഇറച്ചി നമുക്ക് ഇവിടെ ആക്കിയാണ് നല്ല സുലഭം. അപ്പം മീൻ ഇഷ്ടംപോലെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഫ്രീസറിൽ, നമ്മുടെ ചെസ്റ്റ് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കേ. അപ്പൊ ഞാനിപ്പോ ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്ന മീൻ ഞങ്ങളുടെ നാട്ടിൽ കൊച്ചിയിൽ കോലാണെന്ന് പറയും. ഇതാണ്
ഈ മീനാണ് ഇപ്പോൾ ഇന്ന് ഉച്ചക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഓസ്ട്രേലിയയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ മീൻ വെറൈറ്റീസ് വാങ്ങിക്കാൻ വേണ്ടി പറ്റൂട്ടോ മാർക്കറ്റിൽ നിന്ന്. ഇപ്പൊ ഞങ്ങൾ നേരത്തെ അയർലാൻഡിലായിരുന്നപ്പോൾ വെറൈറ്റീസ് കുറവായിരുന്നു. സീബ്രീം, സീബാസ്, സാമൺ, ഈ ഇത്രയും മീനുകളാണ് നമുക്ക് കോമൺ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് മീൻ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, കഴിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളുടെ പെയിന്റിങ് പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഞാൻ ലാസ്റ്റ് പഫ് ചെയ്യണമെന്ന് വിചാരിച്ചതാ അതിൻ്റെ മേൽഭാഗത്ത്. പക്ഷെ പഫ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല, അല്ലാതെ തന്നെ നല്ല ക്ലിയർ ഉണ്ട്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. ഞാൻ വണ്ടി പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കഴുകുകയും കൂടി ചെയ്തായിരുന്നേ. അപ്പം നല്ല ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ യൂസ് ചെയ്ത പെയിന്റും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് പ്രൈമർ ഫസ്റ്റ് അടിച്ചത്. പിന്നെ ഇത് നമ്മുടെ ബ്ലൂ കളർ പെയിന്റ്. പിന്നെ ഇതാണ് ക്ലിയർ കോട്ട്. രണ്ട് കോട്ട് എല്ലാം 2 കോട്ട് അടിച്ചു. പ്രൈമർ 2 കോട്ട് അടിച്ചു, നമ്മുടെ ബ്ലൂ കളർ പെയിന്റ് 2 കോട്ട് അടിച്ചു, ക്ലിയർ കോട്ട് 2 കോട്ട് അടിച്ചു. പിന്നെ അത് കൂടാണ്ട് ഇതാണ് നമ്മളുടെ പഫിങ് സംഭവം കേട്ടോ. ഇതല്ലേ, ഈ ബ്രഷ് വെച്ചിട്ടാണ്, ഈ സംഭവം വെച്ചിട്ടാണ് നമ്മൾ ആ മെഷീനിൽ പിടിച്ചിട്ട് പോളിഷ് ചെയ്യുന്നത്. പക്ഷെ അത് ചെയ്യേണ്ട ആവശ്യം വന്നില്ല, അല്ലാതെ തന്നെ നല്ല ഫിനിഷിംഗ് ഉണ്ട് അതിൻ്റെ മേൽ നമ്മളെ പെയിന്റ് അടിച്ച സ്ഥലത്ത്. അപ്പം അതുകൊണ്ട് അത് ചെയ്തില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നല്ല ഒരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. അതുവരേക്കും ബൈ.